റേ ലേജെ എന്ന് കേട്ടിട്ടുണ്ടോ? റേ എന്ന് പറഞ്ഞാൽ വീണ്ടും, ലേജെ എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഇതൊക്കെ ലാറ്റിൻ ഭാഷയാണ്. പിന്നീട് അത് ഇംഗ്ലീഷിൽ വന്നപ്പോ എന്തായി? വീണ്ടും കൂട്ടിച്ചേർക്കാൻ. ഭക്ഷണത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും തമ്മിലടിച്ചകന്നുപോയ മനുഷ്യവിഭാഗങ്ങളെ നമ്മളെല്ലാം ഒറ്റ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഉണ്ടാക്കിയതാണ് റേ ലേജെ. അതാണ് റിലിജിയൻ, അതാണ് മതം. മനസ്സിലായി? മതമുണ്ടാക്കിയത് തമ്മിലടിക്കാനല്ല, തമ്മിലടുക്കാനാണ്. റേ ലേജെ എന്ന വാക്കാണ് റിലിജിയൻ എന്ന വാക്കായി കൂട്ടിച്ചേർത്ത്. അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഈ പബ്ലിക്കിൽ റേ എന്ന് പറഞ്ഞാൽ വീണ്ടും, വീണ്ടും പബ്ലിക്കിന് കൊടുത്ത ദിവസമാണ് റേ പബ്ലിക്. അതിൽ നിന്ന് റിപ്പബ്ലിക് എന്ന വാക്കുണ്ടായി. മനസ്സിലായോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു, ഈ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ കുട്ടികൾ പറഞ്ഞത്, സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക, അപ്പൊ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി, അതാ റിപ്പബ്ലിക് ദിനം. മനസ്സിലായോ? ഞാൻ കുട്ടികൾ ധരിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്താണെന്ന്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഈ സമൂഹം എല്ലാവർക്കും തുല്യമായ അവകാശമുള്ള സമൂഹമാണ്. ഈ സമൂഹം ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു. രാജാക്കന്മാർ വരുന്നതിന് മുമ്പ് ഈ രാജ്യം ഒരു ശുക്രദശയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശുക്രദശ എന്ന് പറയുന്നത് മാവേലി നാടാണ്. മാവേലി നാട് എന്ന് പറഞ്ഞാൽ വേലി ഇല്ലാത്ത നാടാണ്. വേലി എന്റേത് നിന്റേതെന്നില്ലാതെ എല്ലാം എല്ലാവർക്കുമായിട്ടുള്ള, മനുഷ്യരെല്ലാരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന, കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു കാലം. നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനങ്ങൾ ശ്രദ്ധിച്ചോ? ജനഗണമന അധിനായക ജയ ഹേ. ജനക്കൂട്ടത്തിന്റെ മനസ്സിൽ അധിനായകൻ വിജയിക്കട്ടെ. ജനക്കൂട്ടത്തിന്റെ മനസ്സിന്റെ അധിനായകൻ